ഹലോ, ഇപ്പോൾ വയനാട്ടിലാണ്. ഞങ്ങളുടെ സഭയിലെ അമൽനൂറിൽ ബ്രദറിൻ്റെ പട്ടത്തിന് വേണ്ടി വന്നതാണ്. 2-ാം തീയതിയാണ് പട്ടം, ഇന്നിപ്പോൾ 1-ാം തീയതിയായി. അപ്പോൾ നമ്മുടെ സെമിനാറിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനും എൻ്റെ ബാച്ചായിട്ട് ജിബിനച്ചനും അലക്സസിനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇനി വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് ജിബിനച്ചൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ ആ ഒരു യാത്ര. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഞാനും അലക്സസിനും ജിബിനച്ചനും കൂടെയാണ് ഈ വണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അമലിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് ജിബിനച്ചൻ്റെ വീട്ടിൽ പോകും. ജിബിനച്ചൻ്റെ അനിയൻ്റെ കൊച്ചിനെ കണ്ടിട്ട് തിരിച്ചു വരും. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു യാത്രയും കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ അമൽ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോകണ്ട, അമൽ ഡീക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയത് പുതുശ്ശേരി എന്നാണ് അച്ഛൻ്റെ ഡീക്കൻ്റെ ഇടവകയുടെ പേര്. സർവവിശുദ്ധിയുടെയും ഉറവിടമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും പ്രവൃത്തികളും അങ്ങയെ പ്രസാദിപ്പിക്കുമാറാകട്ടെ. ശുശ്രൂഷ പൗരോഹിത്യം എന്ന അങ്ങയുടെ മഹനീയ ദാനം വഴി ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഒപ്പമായി തീരുവാൻ തയ്യാറായി നിൽക്കുന്ന ഈ സഹോദരനെ അനുഗ്രഹിക്കണമേ. നമ്മളിപ്പോൾ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജിബിനച്ചൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കാണ്. ജിബിനച്ചൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക്. അനിയൻ പുറത്താണ്, ഇസ്രായേലിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കൊച്ചിന് ഒരു ഡ്രസ്സൊക്കെ വാങ്ങി ആഘോഷമായിട്ട് ഞാൻ അലക്സസിനായിട്ട് ഇപ്പോൾ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിബിനച്ചൻ്റെ അനിയത്തിയുടെ വീട്ടിൽ അനിയത്തിയും അമ്മയും ചാച്ചനും അതുപോലെ തന്നെ കൊച്ചുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവരൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറേ നാളുകളായി പറയുന്നത്. കൊച്ചിന് മാമോദിസയാണ് അവസാനമായിട്ട് കണ്ടത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് കൊച്ചിനെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ 5 പേരുണ്ട് വണ്ടിയിൽ. ഞാനുണ്ട്, ജിബിനച്ചനുണ്ട്, അലക്സച്ചനുണ്ട്, സ്റ്റെഫിനച്ചനുണ്ട്, അഖിലച്ചനുണ്ട്. ഞങ്ങൾ 5 പേര് കൂടി പോകുന്നത്. നോക്കിയിരിപ്പുണ്ടാവും. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാട്ടിക്കുളം റൂട്ടിലാണ്. ലക്ഷ്യം വേറൊന്നുമല്ല, അതൊരു കാടാണ്. മൊത്തം കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ചിലപ്പോൾ വല്ല വന്യമൃഗങ്ങളെയോ മാനോ ആനയോ എന്തെങ്കിലും കാണാൻ പറ്റും രാത്രി ആയതുകൊണ്ട്. അപ്പോൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ കാണാം എന്നുള്ള രീതിയിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജിബിനച്ചൻ്റെ വീടിൻ്റെ അടുത്താണ് ഏതാണ്ട് ഈ ഒരു വഴിയൊക്കെ കേട്ടോ. പൂർവ്വദ്വീപിൻ്റെ അടുത്ത് കൂടിയാണ് നമ്മൾ ഈ റൂട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരം ബസ് റൂട്ടാണത്. ബാംഗ്ലൂർ വണ്ടികളെല്ലാം പോകുന്ന വഴിയാണത്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഇച്ചിരി കൂടി ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം നമുക്ക് കുറച്ച് ആനകളെ കാണാൻ കിട്ടി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇനിയുള്ളത്. ഒറ്റയ്ക്ക് ആ കാട് കയറി മലമോളി ചെന്നില്ല.
ഈ ആന ഞാൻ പറഞ്ഞു റിസ്ക്കാണോ? അല്ലെന്ന് ഈ ആനയാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കണ്ടു. എന്തായാലും കാണാം. ഞാൻ പോട്ടെ. ഇങ്ങനെ വരുന്ന വളവ് ഓപ്പോസിറ്റ് വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ ഇത്തിരി കയറ്റെടുക്കണം. ഇറങ്ങി പോയിട്ടുണ്ടാവോ? ഇറങ്ങിപ്പോയാലും സൈഡിൽ കാണാം. അത് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മറ്റേത് കയറിയിട്ടുണ്ടാവും. എന്താല്ലേ നീ വീഡിയോ പിടിക്കുന്നുണ്ടല്ലേ? ഇതൊന്നും വരില്ല. എന്റെ പാട്ട് വന്നു പിന്നെ വേറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിനൊരു സാധ്യതയില്ലാതില്ല. കേറ്റി ഭയങ്കര സന്തോഷം. പോയോ? ആയില്ലട സ്ഥലമായിട്ടില്ല. കാര്യം പുതിയ ക്രിയേറ്റീവ് പുതിയ ആ ചേട്ടനോട് കയറി പോകാൻ പറഞ്ഞു അല്ലേ? അവൻ ഡിമ്മടിക്കുന്നുണ്ടെങ്കിൽ അവൻ ഡിമ്മിലാണ് വരുന്നത്. അപ്പോൾ ഉണ്ട് എവിടെയോ കയറി നോക്കല്ലേ? താത്തണ്ടല്ലോ ഒന്നും ചേട്ടൻ എങ്ങനെയാ പോലെ ചേട്ടൻ എങ്ങനെയാ പോയാൽ മതി. ഒന്ന് കുഞ്ഞൊന്നും വലുതാ
ഓക്കെ രണ്ടും ഉണ്ട് രണ്ട് സെയിം സാധനം. ലെഫ്റ്റ് സൈഡിൽ നോക്കടാ, ആ ബോട്ടിന്റെ പുറകില് കണ്ടോ